മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 23/3/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രേവതിയാണ് നക്ഷത്രം. രേവതി 2-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം. 2-ൽ നീചനായി മകരത്തിൽ നിൽക്കുന്നു. 3 ശൂന്യം. 4-ൽ ചന്ദ്രൻ, സൂര്യൻ, ശുക്രൻ, ബുധൻ. 5-ൽ കുജൻ, രാഹു. 6, 7, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ കേതു. 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണിത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, ലഗ്നാൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊത്ത് ഉച്ചനായ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ. അവിടെ വ്യാഴം, സൂര്യൻ, ബുധൻ, ഇത് മൂന്നും അധികാരം എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. ബുധൻ നോർമൽ കേസിലല്ല, സൂര്യനുമായി ചേരുമ്പോൾ, പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ. ബുധൻ ഇവിടെ നീചനാണ്, ശുക്രൻ ഇവിടെ ഉച്ചനുമാണ്. അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അത് വിശദമായി തന്നെ പറയാം. പൊതുവേ വ്യാഴ ലഗ്നം, ധനു ലഗ്നം ഭരിക്കുന്നത് വ്യാഴം, മകരത്തിൽ നിൽക്കുന്നു നീചനായി. ലഗ്നത്തിൽ ഗുളികനും ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ ഒരല്പസ്വല്പം ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ കാണാറുണ്ട്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അത് ഈ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ ലഗ്നാൽ 5-ൽ സ്വന്തം ക്ഷേത്രത്തിൽ കുജൻ, രാഹു, ധൈര്യശാലി, ഏതൊരു എതിരായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പോലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷി, ആർജവം, കരുത്ത്, മാനസികമായിട്ടുള്ള ബലം ഇത്തരം വ്യക്തികൾക്ക് സഹജമാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹുകേതുകൾക്കുള്ളിലായിട്ടാണ് നിൽക്കുന്നത്. ശനിയായിക്കോട്ടെ, വ്യാഴമായിക്കോട്ടെ, ബുധനായിക്കോട്ടെ, ശുക്രനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, കുജനായിക്കോട്ടെ, രാഹുകേതുക്കൾക്ക് പുറത്തായി പ്രബല ഗ്രഹങ്ങളൊന്നും തന്നെ നിൽക്കുന്നില്ല. എ ടൈപ്പ് ഓഫ് കാളസർപ്പയോഗം, മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ ഒരല്പസ്വല്പം പല കാര്യങ്ങളിൽ, വ്യക്തി സംബന്ധമായിട്ടുള്ള, ഉയർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരല്പം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒക്കെ കേട്ട് വരാനുള്ള, അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് കാളസർപ്പയോഗം എന്നതിലുപരിയായി 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചൻ, അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അവിടെയെല്ലാം തന്നെ സശ്രദ്ധം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ജാഗ്രതയോടെ, അല്ലെങ്കിൽ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ ഇത്തരം ഗ്രഹനിലകൾക്ക് പൊതുവേ ഉണ്ട്. അത് 10-ാം ഭാവാധിപൻ നീചനായതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നീചമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ, ഒരബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്യത്തക്ക രീതിയിലുള്ള പദ്ധതികളുമായി വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും 10-ലേക്ക് രാഹുവിൻ്റെ, പ്രത്യേകിച്ച് കുജനോട് ഒത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടിയും ഇവിടെ ഉണ്ട്. ലഗ്നത്തിൽ ഗുളികൻ്റെ സാന്നിധ്യമുണ്ട്, ലഗ്നാധിപന് ഗുളികൻ്റെ സാന്നിധ്യമുണ്ട്, അതുപോലെ തന്നെ ലഗ്നാധിപന് ശനിയുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 9-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഒരല്പം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം ജോലി സംബന്ധമായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള, ഉയർച്ച സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കാണാനായിട്ട്. അതല്ലാത്ത പക്ഷം പിടിച്ചു കൊണ്ടുവന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പെട്ടെന്ന് താഴുന്നതിനോ അല്ലെങ്കിൽ ഇടിവുകൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുക, ലഗ്നാധിപന് ഗുളികൻ്റെ ബന്ധം വരിക, അവിടേക്ക് തന്നെ ശനിയുടെ 3-ാം ദൃഷ്ടിയും വരിക എന്ന് പറയുന്നത് ഒരല്പം പൊതുവെ ടഫാണ്. എന്നാൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം
ബുധനാവുകയും അത് ഉച്ചനായ ശുക്രനോടൊത്ത് വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുകയും അവിടെ സൂര്യൻ്റെ സാന്നിധ്യം വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് സൂര്യൻ ബുധൻ കോമ്പിനേഷൻ. ഒരുപാട് സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഗ്രഹനില പരിശോധിച്ചാൽ കൃത്യമായിട്ടൊരു സൂര്യൻ ബുധൻ കണക്ഷൻ കൃത്യമായിട്ട് ലഭിക്കും. 10ാം ഭാവവുമായി ബന്ധപ്പെട്ടോ 10ാം ഭാവാധിപനുമായി ബന്ധപ്പെട്ടോ. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലഗ്നാൽ 7ാം ഭാവാധിപൻ കൂടാണ് ബുധൻ. എന്ന് വച്ചാൽ 7ൻ്റെയും 10ൻ്റെയും ഭാവാധിപൻ ബുധൻ തന്നെയാണ്. ശുക്രനോടൊത്ത് നിൽക്കുന്നു. അവിടെയാണ് നീചനായ ബുധൻ, അതുപോലെ തന്നെ ഉച്ചനായ ശുക്രൻ. രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടി. ഇല്ലിസിറ്റായിട്ടുള്ള എന്ന് വച്ചാൽ അന്യ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലിസിറ്റായിട്ടുള്ള കണക്ഷൻസ് അറിഞ്ഞോ അറിയാതെയോ വന്നു ചാടാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ വളരെ കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട് ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, തലവേദനകൾ, മാനഹാനി ഒക്കെ സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലുമാണ്. ഇത്തരം ഗ്രഹങ്ങൾ ഈ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികനും ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും വർക്കാവുന്നത്. എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് കിട്ടണം അല്ലെങ്കിൽ കൊടുക്കണമെന്ന് ഇവിടെ തീരുമാനം വെച്ചിരിക്കുമ്പോഴാണ് 7ാം ഭാവാധിപൻ ഇത്തരമൊരു രൂപത്തിൽ ശൃംഗാരകാരകനായിട്ടുള്ള ബുധൻ, റിലേഷൻഷിപ്സിൻ്റെയൊക്കെ കാരകഗ്രഹമായിട്ടുള്ള വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശുക്രനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്നാൽ ഇത്തരം അസ്കിതകൾ സുലഭമായി തന്നെ ഇത്തരം വ്യക്തികൾക്ക് കാണാവുന്നതാണ്. എന്നാൽ അത് വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. അവിടെയാണ് കാളസർപ്പയോഗത്തെയും ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇടിവുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ ക്യാരക്ടറിനെ തന്നെ വ്യക്തിഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഇൻഷുറൻസിലൂടെ കടന്നു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് കുടുംബജീവിതത്തെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയും ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. ഇവിടെ 7ാം ഭാവാധിപൻ നീചൻ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നീചമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ശുക്രൻ ഉച്ചനാണ്. അപ്പോൾ ശുക്രൻ ബുധൻ കോമ്പിനേഷൻ, ഒരാൾ ഉച്ചൻ ഒരാൾ നീചൻ എന്ന് പറയുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തി തന്നെ കൃത്യമായി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5ൽ കുജൻ രാഹു എന്ന് പറഞ്ഞല്ലോ. സാഹസിക കൃത്യങ്ങളിൽ താല്പര്യമുള്ള സന്താനങ്ങൾ ഇത്തരക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിൻ്റെ പുത്രൻ അങ്ങനെ തന്നെയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യവുമാണ്. ഈ 5ൽ കുജൻ രാഹു കോമ്പിനേഷൻ എന്തും ചെയ്യുന്നതിനുള്ള, എന്തും ചിന്തിക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള മനസാന്നിധ്യം, ധൈര്യം, മനോബലം കൊടുക്കും. അത് പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഏതൊരാൾക്കും. പക്ഷേ ഇത്തരക്കാർ പൊതുവേ ഉപയോഗിക്കാറുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും. സൂത്രബുദ്ധി 5ൽ രാഹു നിന്ന് കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് സൂത്രബുദ്ധി, കൗശലബുദ്ധി, മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൗശലങ്ങളിൽപ്പെടുത്തി സ്വന്തം കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു അനന്തരസാധാരണമായിട്ടുള്ള ഒരു ശേഷി പൊതുവെ കാണാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞു. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചനാണ് വ്യാഴം. എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾ തേടുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ലക്ഷം ദോഷോ ഗുരുഹന്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. പക്ഷേ അത് ഗുളികൻ ഭവനാധിപനായി നിൽക്കുന്ന വ്യാഴം നീചനായി നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു, ശനിയുടെ ദൃഷ്ടി വരുന്നു, ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ വ്യാഴം അത്ര ബലവാനല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തി തന്നെ നോർമലി പോയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയിൽ കൗശല ബുദ്ധികൾ ഉപയോഗിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിൽ ജനിച്ചു 94 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലം കേതു, ശേഷം ശുക്രൻ 2021 വരെ, ശേഷം സൂര്യൻ 2027 വരെ, ശേഷം ചന്ദ്രൻ 2037 വരെ, ശേഷം ചൊവ്വ 7 കൊല്ലം 2044 വരെ, ശേഷം രാഹു, ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രവിയിൽ ബുധനാണ്.
22/5/2025 തൊട്ട് 29/3/2026 വരെ രവിയിൽ ബുധൻ, സൂര്യൻ 4-ൽ നിൽക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്, ശ്രദ്ധിക്കണം. ബുധൻ നീചനാണ്, ശുക്രനോടൊത്ത്, ഉച്ചസ്ഥനായ ശുക്രനോടൊത്ത് നിൽക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വിവാഹേതര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ഇവിടെ എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു സമയമാണ് എന്ന് സാരം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.